മസ്തകത്തിൽ മുറിവേറ്റ ആതിരപ്പള്ളിയിലെ ആനയെ മയക്കുവെടി വെച്ചു കോടനാട്ടേക്ക് മാറ്റുകയാണ്. ആനയെ ആനിമൽ ആംബുലൻസിൽ കയറ്റി രാവിലെ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലാണ് ആനയെ മയക്കുവെടി വെച്ചത്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ആനയെ കോടനാട്ടിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ. ഏതായാലും ആദ്യ 2 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ആനയെ മയക്കുവെടി വയ്ക്കുക, അതിനുശേഷം വാഹനത്തിൽ ആനിമൽ ആംബുലൻസിൽ കയറ്റുക എന്നീ 2 ഘട്ടങ്ങൾ. ഇനിയിപ്പോൾ എത്രയും വേഗം കോടനാട്ടെത്തിച്ച് ചികിത്സ നൽകുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു, ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനം 3ാമത്തെ ഘട്ടമാണ്. അതായത് 3 ഘട്ടങ്ങളായി നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അതിന്റെ 2ാം ഘട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യഘട്ടം വിജയകരമായി നടത്താൻ സാധിച്ചു. പക്ഷെ ഇതിനിടയിൽ ഒരു ചെറിയ ഈ ദുഷ്കരമാകുമോ എന്നൊരു ഭീതി ദൗത്യ സംഘത്തിനുണ്ടായത് ആന മയങ്ങി വീണപ്പോഴായിരുന്നു. രാവിലെ തന്നെ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. 6 മണിയോടുകൂടി ദൗത്യം തുടങ്ങി. ആ ദൗത്യം വളരെ വിജയകരമായി 9:30-ക്കുള്ളിൽ തന്നെ ആനയെ ലോറി ഇവിടെ നിന്ന് അതിരപ്പള്ളിയിൽ നിന്നും കൊണ്ടുപോകാൻ സാധിച്ചു എന്നതാണ് ദൗത്യത്തിലെ ഏറ്റവും വിജയകരമായ ഒരു സാഹചര്യം. കാരണം രാവിലത്തെ നിരീക്ഷണത്തിൽ തന്നെ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ആനയെ മയക്കുവെടി വെക്കാൻ പറ്റുന്ന ഒരു സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് ആനയെ കിട്ടി. അതോടൊപ്പം തന്നെ ആനയെ മയക്കുവെടി വെച്ച ശേഷം ആന പോയി നിന്ന സ്ഥലവും റോഡിൽ നിന്ന് ഏറെ ദൂരെയല്ലാത്ത ഒരു 200 മീറ്ററിനുള്ളിലുള്ള ദൂരത്തിലുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ മയക്കുവെടി ആദ്യ റൗണ്ട് മയക്കുവെടി തന്നെ ആനയ്ക്ക് കൊള്ളുകയും അത് ആന മയങ്ങാൻ കാരണമാവുകയും ചെയ്തു. അല്പദൂരം ഓടിച്ചെന്ന് നിന്നു. പക്ഷെ ഒപ്പം ഒരു സംശയാസ്പദമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ആനയാണ്. കാരണം ആ ആന അക്രമകാരി ആകുമോ എന്നൊരു സംശയം ദൗത്യ സംഘത്തിനുണ്ടായിരുന്നു. പക്ഷെ ഒപ്പം ആന ഉള്ളപ്പോൾ തന്നെ ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയായിരുന്നു. ഈ ആനയുടെ നമ്മൾ ഈ ചികിത്സയ്ക്ക് കൊണ്ടുപോയ ആനയുടെ കൂട്ടുകാരനാണ്. കാരണം ഏറെ ദിവസങ്ങളായി ഈ 2 ആനകളും ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ മയക്കുവെടി വെക്കാനായി പിടിക്കുന്ന സമയത്തും ഈ ആനയ്ക്കടുത്ത് ഏഴാറ്റുമുഖം ഗണപതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സൗഹൃദം ഈ ആനകൾ തമ്മിൽ ഉടലെടുത്തിട്ടുണ്ട്. ആ ആന 2 പേരും ഒരുമിച്ചായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. മയക്കുവെടി വെക്കുന്ന സമയത്തും മയക്കുവെടി കൊണ്ട് പരിക്കേറ്റ ആന ഓടുമ്പോൾ അതിന് പിന്നാലെ ഏഴാറ്റുമുഖം ഗണപതി എത്തുന്നു. മയങ്ങി നിന്ന് തുടങ്ങിയ സമയത്ത് തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുകയാണ് ഒരു കൊച്ചു കൂട്ടുകാർ കുട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നത് പോലെ തന്നെ ചേർന്ന സൗഹൃദപൂർവ്വം നിൽക്കുകയായിരുന്നു ചെയ്തത്. അത്തരത്തിൽ ഒരു ഘട്ടം അത് വളരെ ദൗത്യം വളരെ പൂർണ്ണമാക്കാൻ സാധിച്ചു. ഈ ആനയ്ക്ക് എന്തോ ആനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, കൂട്ടുകാരൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊരു സംശയത്തിൽ ഏഴാറ്റുമുഖം ഗണപതി ഈ ആനയെ താങ്ങി നിർത്തുകയായിരുന്നു. ഒപ്പം 2 കൂട്ടുകാർ കൊച്ചു കുട്ടികൾ തോളിൽ കയറ്റി നിൽക്കുന്നത് പോലെ തോന്നും നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ. ആ രീതിയിലായിരുന്നു നിന്നിരുന്നത്. ആന മയങ്ങി ഒരു വശത്തേക്ക് ചെരിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുമ്പോൾ തന്റെ മസ്തകം കൊണ്ട് ഈ ഏഴാറ്റുമുഖം ഗണപതി ആനയെ താങ്ങി നിർത്തുകയും ചെയ്തു. പക്ഷെ അല്പം ബലം പ്രയോഗിച്ച സമയത്ത് ആന മറുവശത്തേക്ക് ചെരിഞ്ഞു വീഴുകയുമായിരുന്നു. ആ ആന താഴേക്ക് വീണതോടുകൂടി ഇത് മറ്റേ ആന അക്രമകാരിയാകുമോ എന്നൊരു സംശയം ഉടലെടുക്കുകയും ചെയ്തു. തന്നെയുമല്ല, എത്രയും വേഗം മയങ്ങി വീണ ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്തുക എന്നത് ദൗത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒപ്പം ഉണ്ടായിരുന്ന ഏഴാറ്റുമുഖം ഗണപതിയെ അവിടെ മാറ്റേണ്ടതുണ്ടായിരുന്നു. റബ്ബർ പെലറ്റുകൾ ഉപയോഗിച്ച് വെടിവെച്ച് വളരെ പെട്ടെന്ന് തന്നെ മറ്റേ ആനയെ അവിടുന്ന് ഓടിക്കാൻ സാധിച്ചു. ഇതെല്ലാം വളരെ കൃത്യമായി നടന്നു എന്നുള്ളതാണ്. കാരണം റബ്ബർ പെലറ്റ് കൊണ്ട് ഏഴാറ്റുമുഖം ഗണപതി അവിടെ അക്രമകാരി ആവാതെ ഓടിപ്പോവുകയും ചെയ്തു. ഒന്ന് ചിഹ്നം വിളിച്ച് ഓടിപ്പോവുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുങ്കിയാനകളെ സമീപത്ത് എത്തിച്ച് ആനയെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു പ്രാഥമിക ചികിത്സ നൽകി വെള്ളമൊക്കെ ഒഴിച്ച് കുങ്കിയാനകൾ ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ആനയെ എഴുന്നേൽപ്പിക്കാൻ സാധിച്ചു. ആ എഴുന്നേറ്റതോടുകൂടി ദൗത്യം അത് ശുഭകരമായ ഒരു ഒരു രീതിയിലേക്ക് മാറുന്നു എന്ന പ്രതീക്ഷ ദൗത്യ സംഘത്തിന് വന്നു. അതോടുകൂടി ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്തി പിന്നെ മയങ്ങി വീഴാതിരിക്കാൻ ശരി, തിയോഫിനാണ് ഏതായാലും ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഏതായാലും ആനയുടെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് 2 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോടനാട് ആന സംരക്ഷണ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ ഘട്ടമെന്ന് പറയുന്നത്. ഇപ്പോൾ ആനയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.